ഇന്ന് റഷ്യ വിക്ടറി ഡേ ആഘോഷിക്കുന്നു. എല്ലാ വർഷവും മെയ് 9-നാണ് വിക്ടറി ഡേ റഷ്യ ആഘോഷിക്കുന്നത്. 1945-ൽ രണ്ടാം മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ റഷ്യ കീഴടക്കിയതിന്റെ ഒരു അനുസ്മരണമായിട്ടാണ് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത്. ഈ ഒരു ആഘോഷം പ്രമാണിച്ച് 3 ദിവസത്തെ സീസ് ഫയർ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഇന്ന് മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ പരേഡ് നടന്നു. സാധാരണ വർഷങ്ങളിൽ നടക്കുന്നതിനെ അപേക്ഷിച്ച് വളരെ ചെറിയ രീതിയിലാണ് ഈ വർഷത്തെ പരേഡ് നടന്നത്. എല്ലാവിധ സെക്യൂരിറ്റി മെഷേഴ്സും എടുത്താണ് ഇത്തരത്തിലുള്ള പരേഡ് ഈ വർഷം നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ സൈന്യവും ഇറാൻ സൈന്യവും തമ്മിൽ വെടിവെപ്പുണ്ടായി. ഇറാന്റെ പതാക വഹിച്ച 2 കപ്പലുകളെ അമേരിക്കൻ സൈന്യം പ്രവർത്തനരഹിതമാക്കിയിരിക്കുന്നു. ഇതാണ് പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന് കാരണമായത്. അമേരിക്കയുടെ ഈ ഒരു നടപടി അവര് പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ കപ്പലുകൾ സുരക്ഷാ ഭീഷണി ആണ് എന്നാണ്. അമേരിക്കൻ സൈന്യം ഇത്തരത്തിൽ സുരക്ഷാ ഭീഷണി ഉള്ളതിനാലാണ് അമേരിക്കൻ സൈന്യം ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തത് എന്നാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു നീക്കം തികച്ചും നിരുത്തരവാദപരമായ ഒരു സൈനിക സാഹസികത എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിൽ കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ ഒരു വെടിനിർത്തൽ കരാർ അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്മേൽ ഇറാന്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിനായിട്ടാണ് ലോകം കാത്തിരിക്കുന്നത്. അതേസമയം മാർക്കോ റൂബിയോ ഇന്ന് പറഞ്ഞത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ വാട്ടർ വേ ആണെന്നും ഇതിന് മേൽ ഇറാന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു വിധത്തിലും അമേരിക്കയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ്. യുകെയിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമറിന്റെ പാർട്ടിയായ ലേബർ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. ലേബർ പാർട്ടിക്ക് നഷ്ടമായ വോട്ടുകളിൽ ഭൂരിഭാഗവും നേടിയത് വലതുപക്ഷ പാർട്ടിയായ നൈജൽ ഫാരജിന്റെ റീഫോം യുകെ ആണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും കെയർ സ്റ്റാമറിന് ഇപ്പോൾ കടുത്ത സമ്മർദ്ദം നേരിടുകയാണ്. ഭരണശൈലി മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ മുന്നറിയിപ്പ് ഗൗരവമായി കാണുന്നുവെന്നും പാർട്ടി നയങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും കെയർ സ്റ്റാമർ സൂചിപ്പിച്ചു. അദ്ദേഹം രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. കടലിന് മുകളിലായിട്ട് ചില പറന്ന് നടക്കുന്ന ചില വസ്തുക്കൾ, അതുപോലെ ചില ഫ്ലാഷിംഗ് ലൈറ്റ്സ് ഇവയൊക്കെ കാണപ്പെട്ടു. അപ്പോൾ ഈ ഒരു പറന്ന് നടക്കുന്ന വസ്തുക്കളുടെ ഒരു വേഗത എന്ന് പറയുന്നത് ഈ ഡ്രോണുകളിൽ നിന്നും പ്ലെയിൻസിൽ നിന്നുള്ള വ്യത്യസ്തമായ രീതിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വസ്തുക്കൾ കാണപ്പെട്ടുള്ള ആദ്യമായിട്ട് ഇത് കാണുന്നത് പൈലറ്റ്സും അതുപോലെ ഈ US ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ ഇതൊരു സുരക്ഷാ ഭീഷണിയായിട്ട് അവർക്ക് തോന്നി. അതായത് ഇതിന്റെ ഉറവിടം എവിടെയെന്നാണ് ഇത് വരുന്നതെന്നതിൽ അവർക്ക് ഉറപ്പില്ല. ഇത് വല്ല അന്യഗ്രഹത്തിൽ നിന്ന് വന്ന എന്തെങ്കിലും ആണോ, അതോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ചെയ്യുന്ന പരിപാടിയാണോ, എന്ത് ആണെന്ന് ഇത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം US ആരംഭിച്ചിരുന്നു. ഇപ്പോൾ പെന്റഗൺ ഇതിന്റെ ഒരു ആദ്യ ഭാഗം, ഒരു പാർട്ട് ഓഫ് ദ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹന്ത വൈറസ് ബാധിച്ച യാത്രക്കാരുമായി MV ഹോന്തിയസ് എന്ന ആഡംബര കപ്പൽ ഇപ്പോൾ സ്പെയിനിലെ കാനറി ഐലൻഡ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കപ്പലിലുള്ള രോഗികളെ മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാത്ത രീതിയിൽ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രോഗം പടരാതിരിക്കാൻ കപ്പൽ അടുക്കുന്ന തുറമുഖത്തും പരിസര പ്രദേശങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഹോം മിനിസ്റ്റർ അമിത് ഷായും ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമ ബംഗാളിലെ BJPയിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. ഇന്നലെ വൈകിട്ട് വിജയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചതായും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഗവർണർ പരിശോധിച്ചപ്പോൾ 116 MLAമാരുടെ ഒരു പിന്തുണക്കത്ത് മാത്രമേ അദ്ദേഹത്തിന് കൈവശം ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. പിന്നീട് AMMK എന്ന പാർട്ടിയുടെ ചീഫായ TTV ദിനകരൻ അദ്ദേഹത്തിന്റെ MLA കാണാനില്ല എന്നും TVക്ക് ഒരു കുതിര കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അദ്ദേഹം കൊടുത്തിരുന്നു. എന്നാൽ
TVK പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയുടെ AMMK പാർട്ടിക്ക് ആകെപ്പാടെ ഒരു MLA ആണുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് കാമരാജ് എന്നാണ്. കാമരാജ് മണ്ണാർഗുഡി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള കാമരാജ്, അദ്ദേഹം ഈ TVKക്ക് വോളണ്ടറിലി സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിലുള്ള അത് അദ്ദേഹം സൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ TVK പുറത്തുവിട്ടു. എന്നാൽ പിന്നീട് TTV ദിനകരൻ ഗവർണർക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അതിൽ പറയുന്നത് ഈ ഒരു ഇത് ഫേക്കായിട്ട് ജനറേറ്റ് ചെയ്തതാണെന്നും ഇതൊരു AI വീഡിയോ ആണെന്ന് തരത്തിലുള്ള തരത്തിൽ TTV ദിനകരൻ ഗവർണർക്ക് കംപ്ലൈൻറ്റ് ചെയ്തു. പിന്നീട് വന്ന വാർത്ത, VCKയുടെ ചീഫായ തിരുമാവളൻ കഴിഞ്ഞ ദിവസം രാത്രി MK സ്റ്റാലിനെ സന്ദർശിച്ചു. പുറത്തു വന്ന വാർത്തകൾ ഇപ്രകാരമാണ്. VCKയുടെ ചീഫ്, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആകുന്നതിന് വേണ്ടി DMKയും AIDMKയും ചേർത്ത് ഒരു സഖ്യകക്ഷി രൂപീകരിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ AIDMK ഇത് നിഷേധിച്ചു, ഈ ഒരു വാർത്ത നിഷേധിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ പിന്നീട് വീണ്ടും പല ചർച്ചകളും വന്നതിൽ ഈ VCKയുടെ ചീഫ് TVK പാർട്ടിയോട് അദ്ദേഹത്തിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വിജയുടെ നിലപാട് ഇപ്പോഴും വ്യക്തമല്ല എന്താണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് അദ്ദേഹം നിരുപാധികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ വിജയുടെ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ്. ഈ പ്രസിഡന്റിന്റെ ഒരു റൂള് തമിഴ്നാട്ടിൽ വരാൻ പാടില്ല എന്ന് കരുതിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് വിജയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 120 MLA-മാരുടെ പിന്തുണ കത്ത് വിജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗവർണറെ കാണാൻ വേണ്ടി പോയി. എന്നാൽ ഗവർണർ അദ്ദേഹത്തിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. ഗവർണർ എന്ന് പറയുന്ന അദ്ദേഹം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഗവർണറാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് പോകാൻ നേരത്തെ സ്കെഡ്യൂൾ ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ. ഏതായാലും വിജയ് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോയിരിക്കുകയാണ്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നതിനുള്ള ചർച്ചകൾ ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും അവിടെയുണ്ട്. ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2.5 മണിക്കൂറുകളായി ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, VD സതീശന് ഉള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടാണ് പ്രധാനമായിട്ടും ഉള്ളത്. KC വേണുഗോപാലിനാണ് ഭൂരിപക്ഷം MLA-മാരുടെ സപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളവും ഡൽഹിയിലും VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകരും ഇതിനൊപ്പം ചേർന്നിട്ടുണ്ട്. KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെയും KC വേണുഗോപാലിൻ്റെയും ചിത്രം ചേർത്ത് വെച്ച് ഒരു പോസ്റ്ററുകൾ ഇറക്കിയിരുന്നു. അതായത് OCക്ക് ശേഷം KC എന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററുകളാണ് ഇറക്കിയിരുന്നത്. എന്നാൽ ഈ പോസ്റ്ററുകൾ ഒന്നുകിൽ കത്തിക്കുകയോ അല്ലെങ്കിൽ വലിച്ചു കീറപ്പെടുകയോ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇതിനെപ്പറ്റി ചാണ്ടി ഉമ്മനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരിക്കലും കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂസ് 18-ൽ പുറത്തു വന്ന ഒരു വാർത്ത അനുസരിച്ച് അതിൽ ചാണ്ടി ഉമ്മൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് KC വേണുഗോപാലിനെയാണ്. ഇതിനെപ്പറ്റി ആരെയാണ് താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് റിപ്പോർട്ടേഴ്സ് ഡയറക്ട്ലി ചാണ്ടി ഉമ്മനോട് ചോദിക്കുമ്പോൾ ഇത് തങ്ങളുടെ പാർട്ടിയുടെ അകത്തുള്ള കാര്യമാണെന്നും ഇതിനെപ്പറ്റി താൻ പ്രതികരിക്കാനില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വാർത്തകൾ അനുസരിച്ച് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് KC വേണുഗോപാലിനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം മറ്റു 2 നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നതിന് പലരും പറയുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും ഉമ്മൻചാണ്ടിയെ UDF-നകത്ത് നിന്നും ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കണം എന്ന് ആഗ്രഹിച്ച 2 പേരാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇപ്രകാരം KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. അതുപോലെ മറ്റ് MLA-മാരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാലാണ് പ്രധാനമായിട്ടും ഇവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് റെഡിയാക്കി കൊടുക്കുന്നത്, ഫണ്ട് ശരിയാക്കി കൊടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇലക്ഷന് വേണ്ടി ഓരോ MLA-ക്കും ഒരു നിശ്ചിത എമൗണ്ട് ആവശ്യമാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ. അതിന് MLA-മാരെ സഹായിച്ചിരുന്നത് ഇപ്രകാരം KC വേണുഗോപാലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹൈക്കമാൻഡിൽ അദ്ദേഹം ഒരു പ്രധാന പദവി വഹിക്കുന്നത് കൊണ്ടും MLA-മാര് ഇത്തരത്തിൽ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അറിയാം ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്.